ഞാൻ നേരത്തെ പറഞ്ഞ BJPക്ക് അനുകൂല, കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് PM-ശ്രീ പദ്ധതിയിൽ എടുത്തിട്ടുള്ള നിലപാട്. എന്തായിരുന്നു UDA ഗവൺമെന്റ്? കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ ഈ BRC പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചില്ലേ UDF? LDF അത് അവസാനിപ്പിച്ചു. LDF അതിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് യോജിപ്പില്ല, മുന്നണിക്ക് യോജിപ്പില്ല. അതും PM-ശ്രീ ഒന്നല്ല. എന്നാൽ PM-ശ്രീ പദ്ധതി അതിന്റെ ചില അംശങ്ങൾ ചേരുന്നതുമാണ്. കേരളത്തിൽ PM-ശ്രീ നടപ്പിലാക്കേണ്ടതില്ല എന്നാണല്ലേ LDF ഗവൺമെന്റ് തീരുമാനിച്ചത്. ആദ്യം ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ഒപ്പിട്ടു, എതിർപ്പ് വന്നു, ആലോചിക്കാതെ ഒപ്പിട്ടു, എതിർപ്പ് വന്നു, അത് മാറ്റം വരുത്തുന്നതിന് തീരുമാനിച്ചു. ഗവൺമെന്റ് അത് മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇപ്പൊ എന്താ ഇവിടെ നടപ്പിലാക്കുന്നത്? ഇനി PM-ശ്രീ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ സ്കൂൾ നല്ല പരിഷ്കരണത്തിലേക്ക് പോയതാണ്. ഗവൺമെന്റിന്റെ കീഴിൽ, LDF ഗവൺമെന്റിന്റെ കീഴിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയതാണ്. നാനാതരത്തിലുള്ള സഹായങ്ങൾ തേടി ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഇത്തരമൊരു പരിഷ്കരണ നടപടികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ PM-ശ്രീയുടെ സഹായമില്ലാതെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിന്റെ അനുഭവം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ PM-ശ്രീ വഴി ഏതെങ്കിലും ഒരു സ്കൂളിൽ പരിഷ്കരണ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കണം. ഈ നിലപാട് വന്നിരിക്കുക. ലൈഫ് പദ്ധതി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്വന്തമായ വീട് ഗവൺമെന്റ് ഉറപ്പ് നൽകിയതാണ്. ആ അങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ 4 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നു. സ്വന്തം പൈസ മുടക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് പണം മുടക്കി ഇതിന് കുറച്ചുകൂടി ഉയർന്ന പരിഷ്കരണങ്ങളൊക്കെ ഏർപ്പെടുത്താം. പക്ഷെ 4 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കും. ഈ നിലപാടിനോട് എന്താ ഗവൺമെന്റിന്റെ, ഇവിടുത്തെ UDF ഗവൺമെന്റ് നിലപാടെന്താ? ആ പദ്ധതി അതുപോലെ തന്നെ തുടരാൻ അവർ തയ്യാറല്ല. അവരിപ്പോൾ സ്വീകരിക്കുന്നത് 1 ലക്ഷം രൂപ കുറച്ചേ കൊടുക്കുള്ളൂ എന്നാണ്. അങ്ങനെ കൊടുത്ത് കേന്ദ്രത്തിന്റെ ഒരു ചെറിയ സഹായം കിട്ടിയാൽ തന്നെ അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം ഈ വീടിന്റെ മുമ്പിൽ. ഇതൊരു എത്ര പാവപ്പെട്ടവനായി കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവന് ഒരു സാധാരണ നിലയിലുള്ള ഒരു അഭിമാനമുണ്ട്. അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഇത്തരം നടപടികളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി. എന്താ ഇതിന്റെ അർത്ഥം? നേരത്തെ അവർ ഇതിനെല്ലാം എതിർത്തതാണ്. എതിർത്തവർ ഇതിന് പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ജനദ്രോഹപരമായ സമീപനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.